എന്തുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയില്ല? നമ്മളെ മക്കളുടെ മേൽ നമുക്കൊരു കണ്ണ് വേണം. സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കൾ എന്ന നിലയിൽ അതേ അവന് സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും, അവനൊരു LP സ്കൂളിലെ കുട്ടിയാണെങ്കിൽ പോലും അവന്റെ മേൽ നമ്മുടെ ഒരു കണ്ണുണ്ടായിരിക്കണം. അവൻ ആരുമായിട്ട് ബന്ധപ്പെടുന്നു എന്ന് ഞാനും നിങ്ങളും അറിയണം. അവൻ ആരോടൊക്കെ സംസാരിക്കുന്നു ഞാനും നിങ്ങളും അറിയണം. അവന്റെ കൂട്ടുകാരാരാണ് ഞാനും നിങ്ങളും അറിയണം. അല്ലെങ്കിൽ നമ്മളെ വീട്ടിലും ഇതുണ്ടാകും, നമ്മളെ നാട്ടിലും ഇതുണ്ടാകും. അതൊക്കെ ചെറിയ കുട്ടികളല്ലേ, അവരെന്തുമായിക്കോട്ടെ എന്നൊരു നിലപാടാണ് നമുക്കെങ്കിൽ, സഹോദരന്മാരെ, അവിടെ നമുക്ക് തെറ്റുപറ്റും. നമ്മളെ കുട്ടികളെ കുറിച്ച് ആരെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവരെ അധിക്ഷേപിക്കുകയല്ല, നമ്മൾ അതിനെ കുറിച്ച് പഠിച്ച് അവനെ പിന്തിരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. പക്ഷേ രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മൾ അതിൽ പരാജയപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു കുട്ടികളെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ, രക്ഷിതാക്കളോട് പറഞ്ഞാൽ, അവനെ കുറിച്ച് നിങ്ങൾ എന്തിനങ്ങനെ പറയുന്നു, അവൻ എന്റെ കുട്ടിയാണ്, അവൻ നല്ല കുട്ടിയാണ്, കുടുംബത്തിൽ അവൻ നല്ലവനാണ്, നിങ്ങൾ അവനെ കുറിച്ച് നുണ പറയുകയാണെന്ന് പറയുന്നവരാണ് ഭൂരിപക്ഷ രക്ഷിതാക്കളും. സഹോദരന്മാരെ, നമ്മളെ വീട്ടിലും നമ്മളെ കണ്ണിലും അവർ നല്ലവരായിരിക്കും. പക്ഷേ അവരുടെ കൂട്ടുകാരുടെ അടുക്കിലേക്ക് അവരെത്തിയാൽ അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ട്. എല്ലാവരെ കുറിച്ചല്ല പറയുന്നത്, പക്ഷേ നമ്മൾ ആ ഒരു കണ്ണോട് കൂടി തന്നെ നമ്മളെ മക്കളെ രഹസ്യമായി പിന്തുടരണം. ആൺകുട്ടികളെയും പിന്തുടരണം, പെൺകുട്ടികളെയും പിന്തുടരണം. കാരണം അല്ലെങ്കിൽ നമ്മളെ വീട്ടിലും കത്തിക്കുത്തുണ്ടാകും, നമ്മളെ വീട്ടിലും കൊലപാതകങ്ങൾ നടക്കും, അരാജകത്വം ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. വന്നു കഴിഞ്ഞിട്ട് ഇനി കൂക്കി നിലവിളിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പള്ളിയിലേക്ക് വിളിച്ചു, ഉസ്താദേ ഇവരൊന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കൈവിട്ടു പോയ കേസുകളാണ് പലതും. അതുകൊണ്ട് കടന്നു വരുന്നതിന് മുമ്പ് സഹോദരന്മാരെ, നമ്മൾ ഇതിന് പരിഹാരം കാണണം. ഇൻഷാ അല്ലാഹ് ഈ ഖുത്ബക്ക് ശേഷം നമ്മൾ ഒരു പ്രത്യേകമായ ഒരു പ്രതിജ്ഞ ഈ വിഷയത്തിൽ എടുക്കുന്നുണ്ട് എന്ന കാര്യം പ്രത്യേകമായി നമ്മൾ ഓർക്കണം. കൊണ്ടുവരുന്ന ഈ ലിബറൽ ചിന്തകൾ സഹോദരന്മാരെ, പക്ഷേ ഒരു മുസ്ലിമിന് അത് അംഗീകരിക്കാൻ കഴിയില്ല. പെണ്ണും ആണും ആണുമാണ്. അവർക്ക് ഹലാലായ സമയങ്ങളുണ്ട്, ഹറാമായ സമയങ്ങളുണ്ട്. ഹലാലായ കൂടിച്ചേരലുകളുണ്ട്, ഹറാമായ കൂടിച്ചേരലുകളുണ്ട്. അതേതാണെന്ന് നമുക്കറിയാം സഹോദരന്മാരെ. നമ്മളെ മക്കളെ നമ്മൾ നിയന്ത്രിച്ചാൽ മതി. നമ്മൾ ഓരോ വീട്ടിലെയും ഓരോ മക്കളെയും നമ്മൾ നിയന്ത്രിച്ചാൽ ഈ പ്രശ്നം നമുക്കിടയിൽ ഉണ്ടാവുകയില്ല സഹോദരന്മാരെ. നമ്മളത് ശ്രദ്ധിക്കുക. മയക്കുമരുന്ന്, മദ്യം തുടങ്ങിയ എല്ലാ ലഹരികൾക്കുമെതിരെ ഞാൻ ശക്തമായി പ്രതികരിക്കും. എൻ്റെ കുടുംബത്തിൽ ആരും ലഹരി ഉപയോഗിക്കുകയോ ഉപയോഗിക്കുന്നവരുമായി ചങ്ങാത്തം കൂടുകയോ